ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല, പഠിക്കാത്തതുകൊണ്ടാണ്, മടിയാണ്. അതാണ് അവൻ്റെ പ്രശ്നം. പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന പാരൻസിൻ്റെ ഒരു സ്ഥിരം പല്ലവിയാണ് ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. കുട്ടികളുടെ അക്കാഡമിക്സ് അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് ഏതൊരു പാരൻറ്റിൻ്റെയും വലിയൊരു കൺസേൺ തന്നെയാണ്. പക്ഷെ അവൻ എന്തുകൊണ്ടാണ് പഠനത്തിൽ പിന്നോട്ട് പോകുന്നത് എന്നുള്ളത് പലപ്പോഴും പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പല പാരൻസിനും കഴിയാതെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. മടി മാത്രമായിരിക്കണം എന്നില്ല ഒരു കുട്ടി പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്നതിന് കാരണങ്ങൾ പലതാവാം. മേ ബി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളതാവാം, ഡെവലപ്മെൻറ്റൽ ഡിലേസിൽ ഉണ്ടായിട്ടുള്ള പ്രോബ്ലം ആവാം. ഇത്തരത്തിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരു കുട്ടി പഠനത്തിൽ പിന്നോട്ട് പോകാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മളതൊരു മടിയാണ് എന്നുള്ള രീതിയിൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയെ മടിയനാണ് എന്നുള്ളത് മാത്രം അവരെ ലാബിൽ ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. സോ ആസ് എ പാരൻറ്റ് നമ്മുടെ കുട്ടിയുടെ പ്രോബ്ലം എന്താണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പാരൻസിലേക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് മാറിയിട്ടുണ്ട്.